വോട്ടുകൾ തന്നെ ആ മത്സര സ്വഭാവം പ്രകടമാക്കുന്നുണ്ട്. കാരണം തപാൽ വോട്ടുകൾ സാധാരണ അങ്ങനെ ചാഞ്ചാടാറില്ല. ഇത് ഇത്തവണ മാറിയിട്ടുണ്ട്. അതൊരു ട്രെൻഡ് സൂചനയാണോ? അങ്ങനെയെങ്കിൽ നമുക്കൊരു പക്ഷേ പാലക്കാടിന്റെ ഫലമറിയാൻ കണ്ണാടി എണ്ണുന്നതുവരെ കാത്തിരിക്കേണ്ടി വന്നേക്കാം. അതാണ് പാലക്കാട് നൽകുന്ന സൂചന. പാലക്കാട് ആദ്യ റൗണ്ട് എന്ന് പറയുന്നത് ബിജെപിയുടെ സ്ട്രോങ് ഹോൾഡ് ആണ്. അവിടെ എങ്ങനെയായിരിക്കും എന്നുള്ളതാണ്. സരിൻ ഇപ്പോഴും 3ാം സ്ഥാനത്താണ്. സരിന്റെ ആത്മവിശ്വാസം അമിതമായി പോയോ എന്നുള്ള സംശയമുണ്ട്. തപാൽ വോട്ടുകളിൽ LDF പരമ്പരാഗതമായി നേടുന്ന ഒരു എഡ്ജ് ഉണ്ട്. പക്ഷെ പാലക്കാട് അത് സംഭവിക്കാറില്ല. ഇത്തവണയും പാലക്കാട് BJPക്കാണ് ആ എഡ്ജ് തപാൽ വോട്ടുകളിൽ കിട്ടിയിരിക്കുന്നത്. ആദ്യ റൗണ്ടിൽ എങ്ങനെയാണ് എന്നുള്ളതാണ് ഇനി അറിയേണ്ടത്. ചേലക്കരയിൽ 1810 വോട്ടുകൾക്ക് UR പ്രദീപ് മുന്നിൽ എന്ന് പറയുമ്പോൾ അവിടെ EVM റിസൾട്ട് വന്നു തുടങ്ങി. വരവൂർ പഞ്ചായത്തിലെ ആദ്യ 14 ബൂത്തുകളാണ് ആദ്യം എണ്ണുന്നത്. അതെ, പാലക്കാട് തെരഞ്ഞെടുപ്പ് ഫലം പറയുമ്പോൾ അവിടെ ജയിച്ചതാരെന്നത് മാത്രമല്ല 2ാം സ്ഥാനത്ത് 130 അവിടെ തപാൽ വോട്ടുകൾ സാവധാനമാണ് എണ്ണുന്നത്. ചേലക്കര പോലെ സ്പീഡില്ല. ചേലക്കരയിൽ എനിക്ക് തോന്നുന്നു 5 ടേബിളുകൾ ഉണ്ടായിരുന്നു. പാലക്കാട് PRD പറഞ്ഞത് 2 ടേബിളുകളിലായിട്ടാണ് തപാൽ വോട്ടുകളും സർവീസ് വോട്ടുകളും എണ്ണുന്നത് എന്നാണ്. അതുകൊണ്ടാണ് എണ്ണത്തിൽ കുറവാണെങ്കിൽ പോലും തപാൽ വോട്ടുകൾ എണ്ണി തീരാൻ സമയമെടുക്കുകയാണ്. പാലക്കാട് EVM എണ്ണി തുടങ്ങിയിട്ടുണ്ട്. നമുക്ക് പ്രതീക്ഷിക്കാം ഉടൻ അപ്ഡേറ്റ് വരും. എന്തായാലും പാലക്കാട് ആര് വിജയി എന്നതിനൊപ്പം തന്നെ 2ാം സ്ഥാനത്ത് ആര് എന്നതും വളരെ പ്രധാനപ്പെട്ടതാണ്. അതുകൊണ്ട് രണ്ടാമതെത്താനും അവിടെ മത്സരമുണ്ട്. അത് ഇടതുപക്ഷത്തിന്റെ ഒരു മത്സര സ്വഭാവവും കൂടി അതാണ്. അവരുടെ സ്ട്രാറ്റജിയും അതാണ്. അതുകൊണ്ട് ഒന്നാമതാര് രണ്ടാമതാര് എന്ന് പ്രത്യേകം നമുക്ക് പരാമർശിച്ചു പോകണം. ചേലക്കരയിൽ രണ്ടാമത് രമ്യ ഹരിദാസ് തന്നെയാണ്. അതിൽ സംശയമില്ലാത്ത കാര്യമാണ്. ചേലക്കരയിലെ ആദ്യ ലീഡ് എന്ന് പറയുന്നത് 1771 വോട്ടുകളുടെ ലീഡാണ്. അത് ആദ്യ റൗണ്ട് വന്നു കഴിഞ്ഞു എന്ന് വേണം കരുതാൻ. ചേലക്കരയിലെ ആദ്യ വോട്ടിംഗ് ചിത്രം കൂടി വരുന്നു. UR പ്രദീപ് സമാഹരിച്ചത് 3676 വോട്ടുകൾ. രമ്യക്ക് ലഭിച്ചത് 1905 വോട്ടുകൾ. BJPക്ക് ലഭിച്ചത് 802 വോട്ടുകൾ. 1771. അതെ അതെ, ഇത് പോസ്റ്റൽ വോട്ട്സ് എണ്ണിക്കഴിഞ്ഞു. ചേലക്കരയിൽ EVM എണ്ണി തുടങ്ങി. അങ്ങനെയാണ് ഇങ്ങനെ ഒരു റിസൾട്ട് വന്നിരിക്കുന്നത്. എന്തായാലും അടുത്തതായിട്ട് അറിയാനുള്ളത് പാലക്കാട് എങ്ങനെ ചിന്തിക്കുന്നു എന്നുള്ളതാണ്. പാലക്കാടിലെ ആദ്യ റൗണ്ട് എങ്ങനെയായിരിക്കും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിലേക്ക് വരികയാണ്. ഇപ്പോൾ 130 വോട്ടുകൾക്ക് ലീഡ് ചെയ്യുന്നത് C കൃഷ്ണകുമാർ. BJPയുടെ C കൃഷ്ണകുമാർ ആണ്. പോസ്റ്റൽ വോട്ടിൽ രമ്യയുടെ ഇരട്ടിയോളം വോട്ടുകൾ അവിടെ ചേലക്കരയിൽ കിട്ടിയിട്ടുണ്ട് UR പ്രദീപിന് എന്നത് കൗതുകകരമായ കാര്യമാണ്. പക്ഷേ പ്രതീക്ഷിച്ചതാണ് ചേലക്കരയിലൊക്കെ LDFന് അനുകൂലമായ പോസ്റ്റൽ ബാലറ്റുകൾ പോൾ ചെയ്യുകയുള്ളൂ എന്നുള്ള കാര്യം. എന്തായാലും ചേലക്കരയിൽ കൂടുതൽ വോട്ടുകൾ പോസ്റ്റൽ ബാലറ്റിൽ കിട്ടിയതും UR പ്രദീപിന് തന്നെയാണ്. അതെ, നമ്മളിപ്പോൾ കാണുന്നത് ചേലക്കരയുടെ പോസ്റ്റൽ ബാലറ്റ്, പോസ്റ്റൽ ഹോം ബാലറ്റുകളുടെ ചിത്രമാണ്. നമുക്ക് വരവൂർ പഞ്ചായത്തിന്റെ കൗണ്ടിങ്ങിന്റെ റിസൾട്ട് പ്രേക്ഷകരിലേക്ക് എത്താൻ കാത്തിരിക്കേണ്ടി വരുന്നു. എന്തായാലും ഒരു കാര്യം വ്യക്തമാണ്, ചേലക്കരയിൽ ഏറെക്കുറെ തപാൽ വോട്ടുകളിൽ വൺ സൈഡഡ് പോളാണ് നടന്നിരിക്കുന്നത്. വലിയ മേധാവിത്വം ഇടതുമുന്നണിക്കുണ്ട്. പക്ഷേ പാലക്കാട് ചിത്രം വേറെയാണ്. അവിടെ ഇഞ്ചോടിഞ്ച് പോരാട്ട ചിത്രം തപാൽ വോട്ടുകൾ തന്നെ പ്രകടമാണ്. ഒരു ഘട്ടത്തിൽ ഒരു വേളയിൽ അവിടെ രാഹുൽ മാങ്കൂട്ടത്തിന് 8 വോട്ടുകൾക്ക് ലീഡ് ചെയ്താണ്. 160 വോട്ടുകൾക്ക് C കൃഷ്ണകുമാർ ലീഡ് ചെയ്യുകയാണ് പാലക്കാട്. P സരിൻ 3ാമതാണ്. ഇപ്പോഴും രാഹുൽ മാങ്കൂട്ടത്തിലാണ് രണ്ടാമത് നിൽക്കുന്നത്. 177 വോട്ടുകളായിട്ട് C കൃഷ്ണകുമാറിന്റെ ലീഡ് കൂടിയിട്ടുണ്ട്. അവിടെ അങ്ങനെ C കൃഷ്ണകുമാർ ലീഡ് കൂട്ടുന്നുണ്ട്. രാഹുൽ മാങ്കൂട്ടത്തിൽ രണ്ടാമതാണ്. സരിൻ 3ാമതാണ്. ചേലക്കരയിൽ 1810 ആയിട്ട് UR പ്രദീപ് LDF ലീഡ് ഉയർത്തി. 1810 ആയി ചേലക്കരയിൽ ലീഡ് ഉയരുന്നു. പാലക്കാട് 177. പാലക്കാടും ചേലക്കരയിലും തപാൽ വോട്ടുകളുടെ ഫലത്തിന്റെ ഒരു പൂർണ്ണതയാണ് വരുന്നത്. ചേലക്കരയിൽ പക്ഷേ അത് EVM മെഷീനുകളുടെ കൗണ്ടിംഗ് കൂടി പ്രേക്ഷകരിലേക്ക് എത്താൻ കഴിയുന്നുണ്ട്. അതേസമയം വയനാട്ടിലേക്ക് പോകുമ്പോൾ വൻ ഭൂരിപക്ഷത്തിലേക്ക് പ്രിയങ്ക ഗാന്ധി കുതിക്കുന്നു എന്ന സൂചനകൾ. 11,032 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലേക്ക് വയനാട്ടിൽ ഇപ്പോൾ തന്നെ 18,000 വോട്ടുകളായി പ്രിയങ്ക ഗാന്ധിയുടെ ഭൂരിപക്ഷത്തിലേക്ക് പോകുന്നു എന്ന് മാത്രമേ ഇനി അറിയുവാൻ ബാക്കിയുള്ളൂ. അത് 3 ലക്ഷവും കടന്ന് കുതിക്കുമോ എന്നുള്ള കാര്യമാണ് അറിയാൻ ബാക്കിയുള്ളത്. 18,636 ഇപ്പോൾ തന്നെ ആയി എന്ന് പറയുമ്പോൾ ആദ്യ റൗണ്ട് ആയിട്ടേ ഉള്ളൂ അല്ലെ. ആദ്യ റൗണ്ട് ആവുമ്പോൾ തന്നെയാണ് 98 ബൂത്തുകൾ ഉൾപ്പെടുന്നത്. ആദ്യ റൗണ്ട് കഴിഞ്ഞിട്ടില്ല അല്ലെ, കഴിഞ്ഞിട്ടില്ല. കാരണം ഓരോ സ്ഥലത്തും ആയിട്ടുണ്ട്. 3 സ്ഥലത്തായിട്ടാണ് കൗണ്ടിംഗ് നടക്കുന്നത്. അതുകൊണ്ട് പലയിടങ്ങളിൽ നിന്നുള്ള അപേക്ഷകൾ വരുന്നുണ്ട്. എന്തായാലും 18,636 വോട്ടുകളായി പ്രിയങ്ക ഗാന്ധി വയനാട്ടിൽ ലീഡ് നില ഉയർത്തുന്നു. പാലക്കാട് 212 വോട്ടുകളായി C കൃഷ്ണകുമാർ ഒന്നുകൂടി നില മെച്ചപ്പെടുത്തി. 1810 ചേലക്കരയിൽ UR പ്രദീപ്. അതോടൊപ്പം തന്നെ മഹാരാഷ്ട്രയിൽ NDA സഖ്യം, മഹായുതി സഖ്യം BJPയുടെ മുന്നേറുകയാണ് എന്നുള്ള വിവരവുമുണ്ട്.
ദേശീയ രാഷ്ട്രീയത്തിൽ വലിയ ചലനങ്ങൾ ഉണ്ടാക്കുന്നതാണ് മഹാരാഷ്ട്രയിലെ ഫലം. ഇപ്പോഴും 212 വോട്ടുകൾക്ക് കൃഷ്ണകുമാർ മുന്നിട്ട് നിൽക്കുകയാണ്. യെസ്, പാലക്കാട് 212. BJP ലീഡിൽ നിന്നും പിന്നോട്ട് പോയിട്ടില്ല. തപാൽ വോട്ടുകളിൽ ലീഡ് ചെയ്യുന്നു. 212 വോട്ടുകൾക്ക് കൃഷ്ണകുമാർ തന്നെ ലീഡ് ചെയ്യുന്നു. 18,636 ഇപ്പോൾ പ്രിയങ്ക ഗാന്ധിയുടെ ലീഡ്. എനിക്ക് തോന്നുന്നു 3 ലക്ഷം കടക്കും. എന്തായാലും 4 ലക്ഷമാണ് UDF പ്രതീക്ഷിക്കുന്നത്. പക്ഷെ അത്ര ഉണ്ടാകാൻ സാധ്യതയില്ല. പോൾ ചെയ്ത വോട്ടുകൾ കുറവാണ്. 1615 കൃഷ്ണകുമാറിന്റെ ലീഡ് 1615. അത് ആദ്യ റൗണ്ടാണോ എന്നുള്ളതാണ് അറിയാനുള്ളത്. ആദ്യ റൗണ്ട് ആണെങ്കിൽ അത് കുറവാണ്, അല്ലെ? ആദ്യ റൗണ്ടാണ് കുറവാണ്, കഴിഞ്ഞ തവണത്തേക്കാൾ കുറവാണ്. പക്ഷേ ആദ്യ റൗണ്ടാണോ എന്നുള്ളതാണ് ഇനി അറിയുവാൻ ബാക്കിയുള്ളത്. 1615. ചേലക്കരയിൽ ഒന്നാം റൗണ്ട് പൂർത്തിയാവുമ്പോൾ ഫലം ഇങ്ങനെയാണ്. 2710 ചേലക്കരയിലെ ഇടതുമുന്നണിയുടെ ഭൂരിപക്ഷം ഉയരുകയാണ്. UR പ്രദീപ് 2710 അവിടെ മാറുന്നു എന്നതാണ് ചിത്രം. അത് അവിടെ LDFന്റെ ശക്തി കേന്ദ്രത്തിലാണ് ഇപ്പോൾ കൗണ്ടിംഗ് നടക്കുന്നത്. അതെ, തീർച്ചയായും കൗണ്ടിംഗ് ഒന്നാം റൗണ്ട് പൂർത്തിയായി. UDF സ്ഥാനാർത്ഥി രമ്യ ഹരിദാസ് വോട്ടെണ്ണൽ കേന്ദ്രത്തിലെത്തി. ചേലക്കരയിൽ ഒന്നാം റൗണ്ട് പൂർത്തിയായി. പോസ്റ്റൽ വോട്ടിൽ LDFന്റെ ലീഡ്. വോട്ടെണ്ണൽ പാലക്കാട് 1615 ആദ്യ റൗണ്ട്. ആദ്യ റൗണ്ടിൽ 1615 BJP മുന്നിൽ. പക്ഷേ ഈ ലീഡ് നിലനിർത്തിയാൽ മതിയോ എന്ന ചോദ്യം കൂടി ഉയരുന്നുണ്ട്. രമ്യ ഹരിദാസ് വൈകിയാണ് വോട്ടെണ്ണൽ കേന്ദ്രത്തിൽ എത്തിയത്. അവർ പറയുന്നു വോട്ടെണ്ണൽ തുടങ്ങിയിട്ടേ ഉള്ളൂ എന്ന് രമ്യ പറയുന്നു. ഇതിൽ വിശ്വസിക്കേണ്ട എന്നാണ്. 2710 ഈസി ആയിട്ട് മറിയുമെന്നാണ് രമ്യ ഹരിദാസ് പറയുന്നത്. എന്തായാലും 2710 ലീഡ് അവിടെ ചേലക്കരയിൽ UR പ്രദീപ് നേടി രമ്യ ഹരിദാസിനേക്കാൾ എന്നത് വാസ്തവമാണ്. പാലക്കാട് 1615 ലീഡ് BJPക്ക്. പാലക്കാട് ഒന്നാം റൗണ്ടിന്റെ ഫലങ്ങളാണ് പുറത്തു വരുന്നത്. പാലക്കാട് BJP ലീഡ് നില ഉയർത്തുന്നു. 1615 വോട്ടുകളായി BJPയുടെ ലീഡ് ഉയർന്നു. പ്രതീക്ഷിച്ചതാണ്. നഗരമേഖലകളിൽ BJP ആധിപത്യം പുലർത്തും. പ്രത്യേകിച്ച് ഒന്നാം റൗണ്ടിൽ BJPയുടെ വലിയ ആധിപത്യം ഉണ്ടാവണം. എന്നാൽ മാത്രമേ അവിടെ കഴിഞ്ഞ തവണത്തെ പ്രകടനമെങ്കിലും BJPക്ക് ഉറപ്പുവരുത്താൻ കഴിയുള്ളൂ. അതുകൊണ്ട് 1615 എന്ന ചിത്രം പ്രതീക്ഷിച്ച ചിത്രത്തിൽ തന്നെ അത് മതിയോ എന്നുള്ള കാര്യമുണ്ട്, അല്ലേ? മതിയോ, അത് 10,000 അല്ലെങ്കിൽ 8,000-ത്തിലേക്കെങ്കിലും ലീഡ് പാലക്കാട് നഗരസഭയിൽ കൊണ്ടുപോകണം എന്നുള്ളത് BJPയുടെ ഒരു ലക്ഷ്യമാണ്. അല്ലെങ്കിൽ കഴിഞ്ഞ തവണത്തെ പോലെ 6,000-ത്തിലധികം എന്നുള്ളത്. അതിലേക്ക് എത്തുമോ എന്നുള്ളതാണ്. ആദ്യ റൗണ്ട് പാലക്കാടും ചേലക്കരയിലും പൂർത്തിയായി. പാലക്കാട് BJP മുന്നിൽ, ചേലക്കരയിൽ LDF മുന്നിൽ. അതാണ് ചിത്രം. പാലക്കാട് നഗരസഭ പൂർത്തിയാകുമ്പോൾ BJP പരമാവധി ലീഡ് നിലനിർത്തിയില്ലെങ്കിൽ അവിടെ അവർക്ക് പ്രതീക്ഷയ്ക്ക് വകയില്ല എന്ന തെരഞ്ഞെടുപ്പ് ചിത്രമുണ്ട്. കാരണം അവശേഷിക്കുന്ന പഞ്ചായത്തിടങ്ങളിൽ BJPക്ക് മേധാവിത്വം ഉണ്ടാവില്ല. അതാണ് അവിടുത്തെ രാഷ്ട്രീയ സാഹചര്യം. അവിടെ നഗരമേഖലകളിലെ 104 ഓക്സിലറി ബൂത്തുകളിലും ഉൾപ്പെടുന്ന ഇടത്ത് പരമാവധി വോട്ടുകളുടെ മജോറിറ്റി 106 ബൂത്തുകൾ ആദ്യം നിർണായകമാണ്. അവിടെ നിന്ന് BJP എത്ര വോട്ടുകൾ നേടും, എത്ര ലീഡ് നേടും എന്നുള്ളതാണ്. അവിടെ C കൃഷ്ണകുമാറിന്റെ തുടക്കത്തിലെ മുന്നേറ്റം എന്താണോ 2021 ഈ ശ്രീധരൻ കാട്ടിയത്, അത് തന്നെ C കൃഷ്ണകുമാറിലൂടെ BJP ആവർത്തിക്കുകയാണ്. ഇനി അങ്ങോട്ട് എന്താണ് തുടങ്ങിക്കഴിഞ്ഞിരിക്കുകയാണ്. സസ്പെൻസ് ത്രില്ലർ തുടങ്ങിക്കഴിഞ്ഞിരിക്കുകയാണ്. പാലക്കാട് ആദ്യ ലീഡ് BJPക്ക്. അതാണ് ചിത്രം. ചേലക്കരയിലേക്ക് പോകുമ്പോൾ ചേലക്കരയിൽ 2592 ഇടതുമുന്നണി ലീഡ് നില ഉയർത്തുന്നു. ശ്രദ്ധിക്കുക, ആദ്യ 4-5 റൗണ്ടുകളിൽ ഇടതുമുന്നണി വലിയ ലീഡ് നിലനിർത്തണം. എന്നാൽ മാത്രമേ അവിടെ രാഷ്ട്രീയപരമായ ഒരു മേൽക്കൈ ഉണ്ടാകാൻ കഴിയൂ. വരവൂരും ദേശമംഗലവും ഉണ്ട്, അതുപോലെ തന്നെ വള്ളത്തോൾ നഗരമുണ്ട്. 3 ഇടങ്ങളിലും ലീഡ് നേടണം CPM-ന്, LDF-ന്. എന്നാൽ മാത്രമേ സാധിക്കുകയുള്ളൂ. 1615 രണ്ടാം റൗണ്ട് തുടങ്ങാൻ പോവുകയാണ്. എവിടെ? പാലക്കാട്. രണ്ടാം റൗണ്ടും BJPയുടെ സ്ട്രോങ് ഹോൾഡാണ്. ലീഡ് എത്ര കൂടുമെന്നുള്ളതാണ് ഇനി അറിയുവാനുള്ളത്. അതെ, 1615 ഇപ്പോൾ BJP C കൃഷ്ണകുമാറിന്റെ ലീഡ് നില. അതിനിയും ഉയരണം. എന്നാൽ മാത്രമേ BJPയുടെ പ്രതീക്ഷകൾക്ക് ചിറകുമുളയ്ക്കൂ. BJP അവകാശപ്പെടുന്നത് പോലെ ഇത്തവണ അട്ടിമറി ഞങ്ങൾ പിടിക്കും പാലക്കാട് എന്ന അവരുടെ അവകാശവാദത്തിലേക്ക് എത്തണമെങ്കിൽ പാലക്കാടിന്റെ നഗരമേഖലകളിൽ, അതായത് 7 റൗണ്ട് വരെ പ്രേക്ഷകർ കാത്തിരിക്കുക, 7 റൗണ്ട് വരെ BJPയുടെ ലീഡ് നില നിലനിർത്തിയേ പറ്റൂ. അതിനുമപ്പുറം വലിയ ലീഡ് അവർക്ക് 1012ലേക്ക് താഴെയാണ് ഇപ്പോൾ പാലക്കാട്. 1012 ഇപ്പോൾ BJPയുടെ ലീഡ് നില. BJPയുടെ ലീഡ് നിലയിൽ മാറ്റമുണ്ടാകുന്നു. ഒന്നാം റൗണ്ടിൽ തന്നെ ഈ ഒരു ട്രെൻഡ് പ്രകടമാകുന്നുണ്ടോ? 4-5 റൗണ്ടുകളിൽ നമ്മൾ അവിടെ പ്രതീക്ഷിക്കുന്നത് കോൺഗ്രസിന്റെ ചില മേഖലകൾ കൂടി, നഗരമേഖലകൾ കടന്നു വരുന്നുണ്ട്. അവിടെ ഒരു അല്പം പിന്നോട്ട് പോക്ക് BJPയുടെ പ്രതീക്ഷിച്ചു.